أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى. സ്വദഖല്ലാഹുൽ അളീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ത്വാഹ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന, നാം ഖുർആൻ ഇറക്കി തന്നിട്ടില്ല. അലൈക്ക, താങ്കൾക്ക്. മാ അൻസൽന അലൈക്കൽ ഖുർആന, ഖുർആനെ നാം താങ്കൾക്ക് ഇറക്കി തന്നിട്ടില്ല. ലിതശ്ഖ, താങ്കൾ ക്ലേശിക്കാൻ വേണ്ടി. അതായത് താങ്കൾ ക്ലേശിക്കാൻ വേണ്ടിയല്ല ഈ ഖുർആനിനെ താങ്കളുടെ മേൽ ഇറക്കി തന്നിരിക്കുന്നത്. ഇല്ലാ തദ്കിറത്തൻ, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇത്. ലിമൻ യഖ്ശ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്. പടച്ച തമ്പുരാനെ ഭയപ്പെടുന്നവർക്ക് ഒരു ഉത്ബോധനം മാത്രമായിട്ടാണ് ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. തൻസീലൻ, ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉല. മിമ്മൻ ഖലഖ, സൃഷ്ടിച്ചവരിൽ നിന്നാണ്. അൽ അർള, ഭൂമിയെ. വസ്സമാവാത്തിൽ ഉല, ഉന്നതങ്ങളായ ആകാശങ്ങളെയും. ഭൂമിയെയും ഉന്നതങ്ങളായ ആകാശങ്ങളെയും സൃഷ്ടിച്ചവനിൽ നിന്ന് തന്നെയാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അർ റഹ്മാനു, പരമകാരുണികനാണ് അവൻ. അലൽ അർശിസ്തവ, അവൻ അർശിന്മേൽ, സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനുമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനായ കാരുണികനിൽ നിന്ന് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ലഹു, അവനുള്ളതാണ്. മാ ഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളത് മുഴുവൻ. വമാ ഫിൽ അർളി, ഭൂമിയിലുള്ളത് മുഴുവൻ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് മുഴുവൻ. മാത്രമല്ല വമാ ബൈനഹുമ, അവയ്ക്കിടയിലുള്ളതും അള്ളാഹുവിൻ്റെ തന്നെയാണ്. വമാ തഹ്ത സറ, ഭൂമിക്കടിയിൽ എന്തൊക്കെയുണ്ടോ അതും അള്ളാഹുവിനുള്ളതാണ്. ആകാശങ്ങളിലുള്ളത്, ഭൂമിയിലുള്ളത്, അതേപോലെ തന്നെ അവ രണ്ടിനും ഇടയ്ക്കുള്ളത്, ഭൂമിക്കടിയിലുള്ളതും അള്ളാഹുവിനുള്ളത് തന്നെയാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ് ത്വാഹ, ത്വാഹ എന്ന്. എന്നിട്ട് പറയുന്നത് മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖ, ഖുർആൻ താങ്കൾ ക്ലേശിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതല്ല. ഒരിക്കൽ അബൂജഹലും മറ്റ് ഖുറൈശി നേതാക്കളുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, പൂർവികരായ ആളുകളുടെ മതം ഉപേക്ഷിച്ചതുകൊണ്ട് താങ്കൾക്ക് ഈ ക്ലേശമൊക്കെ വന്നിട്ടുള്ളത്. അത് ഒഴിവാക്കിയാൽ ആ പ്രശ്നം തീരും എന്ന രൂപത്തിലാണ് സംസാരിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ല, എന്നെ ലോകർക്ക് കാരുണ്യമായിട്ടാണ് അയച്ചിരിക്കുന്നത്. അവർ പറഞ്ഞു, പക്ഷേ നീയാണല്ലോ കഷ്ടപ്പെടുന്നത്. ഈ ഖുർആനുമായി അല്ലെങ്കിൽ ഈ ഇസ്ലാമുമായി താങ്കൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നീയാണല്ലോ കഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകനോട് ചോദിച്ചു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കിയിട്ടുള്ളത് എന്നാണ് പ്രബലരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. താങ്കളെ ക്ലേശിക്കാൻ വേണ്ടിയിട്ട്, താങ്കൾക്ക് ക്ലേശമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല
ഈ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു തന്നെ പറയണം. ഇല്ലാ തദ്കിറത്തുൽ യഖ്ശ, ഖുർആൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ് ഇറക്കിയിട്ടുള്ളത്. ഖുർആൻ അവതരിച്ചത് ബാക്കിയുള്ളവർക്ക് പാഠമാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഭക്തിയുള്ളവരെ വിശേഷിപ്പിച്ചത് ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തിയത് അവരായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഭക്തിയുള്ളവർ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തിയിലും ഓർമ്മപ്പെടുത്തലും ഒക്കെ ഏറ്റവും മുകളിലുള്ള ആളുകളാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും വേണം. അങ്ങനെ തൻസീൽ ഇല്ലാ തദ്കിറത്തുൽ യഖ്ശ, ഭയപ്പെടുന്നവർക്ക് അത് മുന്നറിയിപ്പ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തൻസീല മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിലുള്ള, ഉയർന്ന ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലും തന്നെയാണ് ഇതും ഇറക്കിയിട്ടുള്ളത്. ഇത് ഉയർന്നു നിൽക്കുന്ന ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് ഖുർആനെ ചേർത്ത് പറയുന്നതിലൂടെ ഖുർആൻ്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ഖുർആൻ്റെ അർത്ഥങ്ങളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും ചിന്ത വ്യാപിപ്പിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. ഈ സന്ദേശം നൽകുന്നവൻ്റെ മഹത്വം, അത് സന്ദേശത്തിൻ്റെ മഹത്വം കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന സൂചനയിലേക്കാണ് ഇതെത്തിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്, അത്യുന്നതനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനും അത്യുന്നതമായ അവസ്ഥയിലാണ് എന്ന് സൂചിപ്പിക്കുന്നു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, സിംഹാസനത്തിൽ ഉപവിഷ്ടനായ പരമകാരുണികനായ അള്ളാഹുവിൽ നിന്നാണ് ഇത് ഇറക്കപ്പെട്ടത്. പരമകാരുണികൻ ആധിപത്യത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എന്നതിന് പകരമായി അവൻ അർശിൽ ഉപവിഷ്ടനായി എന്ന അർത്ഥം നൽകുകയാണ്. അത് പ്രമാണങ്ങൾക്കും ബുദ്ധിക്കുമൊക്കെ തന്നെ അനുയോജ്യമായ രൂപത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനം നിലനിൽക്കുന്ന അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരമകാരുണികൻ, ആ കാരുണികൻ അർശിൽ ഉപവിഷ്ടനാണ്, അവനാണ് ഇതിറക്കിയത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശേഷണം ഒന്നുകൂടി പറയാം. ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർദ് വമാ ബൈനഹുമ വമാ തഹ്ത സറ, ആകാശങ്ങളിലുള്ളത് മുഴുവൻ, ഭൂമിയിലുള്ളത് മുഴുവൻ, അവക്കിടയിലുള്ളത് മുഴുവൻ, വമാ തഹ്ത സറ, ഭൂമിക്ക് അടിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെതാണ് എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. അള്ളാഹുവിൻ്റെ രാജാധികാരം വിവരിച്ചു തരികയാണ്. അതിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ് അറിവും കഴിവും തുടർന്നുള്ള സൂക്തങ്ങളിൽ നിന്ന് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദമാക്കി തരുന്നുമുണ്ട്. അഥവാ ആകാശങ്ങളുടെയും അതിലെ നക്ഷത്രങ്ങളുടെയും മറ്റും അധികാരി, ഭൂമിയുടെയും ഖനികളുടെയും ഉടമസ്ഥൻ, വായുവിൻ്റെയും മണ്ണിനടിയിലുള്ളതിൻ്റെയും ഒക്കെ അധിപൻ, ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നമുക്കിതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. ആ മഹത്വമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്തതെന്നും അത് പ്രവാചകൻ ക്ലേശിക്കാൻ വേണ്ടിയിട്ടല്ല, ഉത്ബോധനം ഫലപ്രദമാകുന്നവർക്ക് ചിന്തിക്കാനുള്ള മാർഗമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം നന്നാക്കിയെടുക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.